അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡെസ്ക് മേക്ക് ഓവറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു വൈറ്റ് വാൾ സ്റ്റിക്കർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ടേബിൾ ഒട്ടിച്ച് കൊടുക്കാമെന്ന് വെച്ചു. ഇനി ടേബിളിലേക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഇതുപോലെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ 2 ബോക്സ് ആക്കി എടുക്കുക. പിന്നെ ഇതുപോലത്തെ 4 സ്റ്റിക്ക് കൊടുത്തിട്ട് ഓരോ സൈഡിലായിട്ട് ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനലായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇനി അടുത്തതും ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷെൽഫ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് ഇതുപോലെ ഒരു ഫോം ബൗണ്ട് എടുത്തിട്ട് ബനിയൻ ക്ലോത്തിൻ്റെ കയർ യൂസ് ചെയ്തിട്ട് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് ഇനി കുറച്ച് വാൾ സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓരോ സിംഗിൾ പീസായിട്ട് പിൻട്രസ്റ്റിൽ നിന്ന് സേവ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തതാണ്. അപ്പോൾ ഇത് ലാസർ പ്രിൻ്റാണ് എടുത്തത്. 30 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു A3 ഷീറ്റിൽ തന്നെ ഒരു 9 പീസ് വരുന്ന രീതിയിലാണ് പ്രിൻ്റ് എടുത്തത്. പിന്നെ ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ വാളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. ഇനി അടുത്തതായിട്ട് സൈഡിൽ തൂക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു വലിയ ചാർട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുന്നേ ചെയ്തിട്ടുള്ള കുറേ വർക്കുകൾ ഞാൻ ഫയലിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് അത് ഫില്ല് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ അതൊക്കെ കൂടാതെ ഞാൻ കുറച്ച് സാധനങ്ങൾ പ്രിൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. നോർമൽ കളർ പേപ്പറിൽ പ്രിൻ്റ് എടുത്തതാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ ഈ ഒരു സ്ട്രോ കൊണ്ട് ചെയ്ത ഡെക്കോറാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ ആ ഒരു ബോർഡിലായിട്ട് ഫസ്റ്റിന് കലണ്ടറാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഓരോന്നും അതേപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒട്ടിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പ്രാവശ്യം ധനുഷ്കോടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറി കാർഡാണ് ഹാങ് ചെയ്തത്. ഇനി നമുക്കൊരു സാധനം അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഹൈപ്പൊന്നും കൊടുക്കണില്ല, കാരണം ഒരു വട്ടം ഞാനിത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഇത് അൺബോക്സിങ് ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഒരിക്കലും ഇത് മേടിക്കണം എന്നൊരു മൈൻഡ് ഇല്ലായിരുന്നു. അത് വരാത്തതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റാണ്. ഞാൻ നോക്കുന്ന ടൈമിലൊക്കെ ഒരു 1000 ആ ഒരു റേറ്റിൽ എപ്പോഴും ഉണ്ടാവാറുള്ള ഒരു ഐറ്റമായിരുന്നു ഇത്. അപ്പം അങ്ങനെ നോക്കിയപ്പം പെട്ടെന്ന് റേറ്റ് കുറവിന് കിടക്കണ കണ്ടു. അപ്പോൾ എന്തായാലും മേടിച്ചതാണ്. അപ്പോൾ ഇതെന്താ സാധനം എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇത് ടേബിൾ ലാമ്പാണ്. അപ്പം ഒരുവിധം കുറേ ക്രാഫ്റ്റ് ചാനലിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. കാരണം ഇപ്പോഴത്തെ അതൊരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നൊരു ലാമ്പും കൂടിയാണ്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് 399 ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഈ ഒരു ബോക്സിൽ 2 പാർട്സായിട്ടാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു അംബ്രല പോലെ ഇരിക്കുന്നതും സെക്കൻഡായിട്ട് അതിൻ്റെ സ്റ്റാൻഡുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ലാമ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വല്ലാതെ കൺഫ്യൂഷനൊന്നും ഇല്ലായിരുന്നു. കാരണം അതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ കുറേ വീഡിയോയിൽ കണ്ടതുകൊണ്ട് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് വെക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു സാധനം ഇതുപോലെ ഒന്ന് തിരിച്ചാൽ അത് ആ ഒരു അംബ്രല പോലെ തന്നെ ആവും. അപ്പോൾ അത് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഇതിൽ ബൾബ് ഇൻക്ലൂഡ് അല്ല, നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. പിന്നെ ഇതിൽ ആഡ് ആയിട്ടുള്ളത് ഈ ഒരു കേബിളാണ്. അപ്പോൾ ഇത് വല്ലാതെ ലെങ്ത്തൊന്നുമില്ല, ആവശ്യത്തിനുള്ളൊരു ലെങ്ത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ടേബിൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വാൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് സെറ്റായിട്ടുണ്ട് ആ ഒരു സൈഡ് മൊത്തം. ഇനി ഫസ്റ്റ് തന്നെ അതിൽ വെക്കുന്നത് ഈ ഒരു ഓർഗനൈസർ ഷെൽഫാണ്. പിന്നെ ഞാൻ ഈ ഒരു ക്ലേ വെച്ചിട്ട് ഒരു ക്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു ഷെൽഫിൻ്റെ മേലെ വെച്ച് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് കാണുമ്പോൾ ശരിക്കും നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ടാബും കൂടെ വെച്ച് കൊടുക്കുവാണ്.
പിന്നെ ഈ ഒരു ബോട്ടിലും അതിൻ്റെ മേലെ ഒരു ബണ്ണിയും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞ ഡെസ്കിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ സെയിം സാധനം തന്നെ ആ ഒരു ടാബിൻ്റെ അടുത്തായിട്ട് വെക്കാമെന്ന് വെച്ചു. പിന്നെയാണ് ഇനി മെയിൻ ഐറ്റം ആയിട്ടുള്ള ലാമ്പ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ലാമ്പ് വെച്ചപ്പം തന്നെ ആ ഒരു ടേബിളിൻ്റെ ലുക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ശരിക്കും നൈറ്റ് ആ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ക്ലൈനോൺ ഉണ്ടാക്കിയതിൽ ഒരു ചെറിയൊരു കിറ്റിനും കൂടെ അതിൽ വെച്ച് കൊടുക്കുവാണ്. പിന്നെ ആ സൈഡിലായിട്ട് പെൻസിലിൻ്റെ ആ ഓർഗനൈസറും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ ഫൈനലായിട്ട് അതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കുക.